മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തെന്നിന്ത്യയെ ഇളക്കി മറിച്ച താരറാണി സൗന്ദര്യ ഓർമ്മയായിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുന്നു. സൗന്ദര്യയുടെ മരണം സംഭവിച്ച് 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാദങ്ങളും ചർച്ചകളും ദുരൂഹതകളും ഉയരുകയാണ്. പറന്നുയരാൻ ഒരുങ്ങവേ ഒരു വിമാനം പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും ബോധപൂർവം ഒരുക്കിയ ചതിയായിരുന്നു അത്? ദുരന്തമുണ്ടായ ശേഷം സൗന്ദര്യയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾക്കായി ബന്ധുക്കൾ ചേടിതിരിഞ്ഞ് വഴക്കിടുന്ന കാഴ്ചകൾ ഇവരെയും കണ്ടതാണ്. ആ സ്വത്തിന്റെ പേരിലാണ് പുതിയ ആരോപണങ്ങൾ. സംശയനിഴലുള്ളത് ബന്ധുക്കളല്ല, തെലുങ്ക് നടൻ മോഹൻ ബാബുവാണ്. നടിയുടെ മരണം സ്വാഭാവിക അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പുതിയ പരാതി. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, അന്ന് അതായത് 22 വർഷം മുൻപ് ഈ ഒരു അപകടം ഉണ്ടായി. അന്ന് തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട്, വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതകളൊക്കെ ഉയർന്നുവെങ്കിൽ അത് സ്വാഭാവികമായ ഒരു വിമാനാപകടമാണ് എന്നായിരുന്നു കണ്ടെത്തൽ. പക്ഷെ അതിനുശേഷം സൗന്ദര്യയുടെ ബന്ധുക്കൾ സ്വത്തിനു വേണ്ടി പരസ്പരം തമ്മിൽ തല്ലുന്ന സാഹചര്യങ്ങളൊക്കെ പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ, അതായത് 22 വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം, ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊരു ആരോപണം, അത് തെലുങ്ക് നടൻ മോഹൻ ബാബുവിലേക്ക് എത്തുന്നത്? ആരാണ് ഈ പരാതി നൽകിയത്? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം വീണ്ടും നടത്താനുള്ളൊരു സാധ്യതയുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് ആന്ധ്ര സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാൾ ഇത്തരമൊരു ആരോപണവുമായി, ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. അതായത് തെലുങ്ക് നടൻ ഇത്തരത്തിൽ സൗന്ദര്യയുടെ മരണം 22 വർഷങ്ങൾക്ക് ശേഷം സൗന്ദര്യയുടെ മരണം അതൊരു മരണമായിരുന്നില്ല, മറിച്ച് അതൊരു കൊലപാതകമായിരുന്നു, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. ഇവർ തമ്മിൽ ഈ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സൗന്ദര്യയുടെ മരണത്തിന് ശേഷം സൗന്ദര്യയുടെ സഹോദരന്റെ കയ്യിൽ നിന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി ബലമായി പിടിച്ചെടുത്ത സ്വത്തുക്കളുണ്ട്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചിട്ടി മല്ലു എന്നയാൾ ഇന്നലെ പോലീസിൽ പരാതി നൽകുന്നതും. ഒപ്പം തന്നെ ഇയാൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ആരോപണവുമായി രംഗത്തെത്തിയതിനു ശേഷം, പരാതി നൽകിയതിനു ശേഷം തനിക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്, തനിക്ക് സംരക്ഷണം ഒരുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നലെ ചിട്ടി മല്ലു രംഗത്തെത്തിയത്. പക്ഷേ ഇന്ന് സൗന്ദര്യയുടെ ഭർത്താവ് തന്നെ ഈ വാർത്തകളെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സൗന്ദര്യയുടെ ഭർത്താവ് GS രഘു ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ ഭാര്യയുടെ മരണം അത്തരത്തിലുള്ള ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നില്ല. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ആരുമായും ഉണ്ടായിരുന്നില്ല. ഈ തെലുങ്ക് നടനെ കഴിഞ്ഞ 25 വർഷമായിട്ട് കുടുംബത്തിനറിയാം. വളരെ നല്ലൊരു സൗഹൃദമാണ് ഇവരുമായിട്ടുള്ളത്. ഒപ്പം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആരോപണങ്ങളിലേക്ക് വലിച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സൗന്ദര്യയുടെ മരണം നടന്ന് 22 വർഷങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ ആവശ്യം പോലുമില്ല. ഒരു തരത്തിലുള്ള സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും സൗന്ദര്യയുടെ പേരിലില്ല, അത് ആരുമായും ഇല്ല എന്ന് തന്നെ ഇയാൾ വ്യക്തമായി പറയുന്നു. ഒപ്പം ഈ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി തന്നെ നിഷേധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇനി ഈ കേസിൽ ഒരു തുടരന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ഇന്നലെ ചിട്ടി മല്ലു വ്യക്തമാക്കിയത് ഈ കേസിൽ തുടരന്വേഷണം വേണം. ഇയാൾ അന്യാധീനമായി വർഷങ്ങൾക്ക് മുൻപ് ഈ മോഹൻ ബാബു ഈ സ്വത്ത് തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ സ്വത്ത് സ്വന്തമാക്കാൻ ചില നീക്കങ്ങൾ നടത്തിയതായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതല്ലേ? ഈ മരണത്തില് പ്രധാനമായും ഈ സൗന്ദര്യയുടെ സഹോദരൻ, 2 പേരും അന്ന് കൊല്ലപ്പെട്ടതാണ്. ഈ 2 പേരുടെയും പേരിലായിരുന്നു സ്വത്തുക്കൾ. ഈ സ്വത്തിനു വേണ്ടി മോഹൻ ബാബു പലപ്പോഴും ഇവരുമായി സംസാരിച്ചിരുന്നു. അത് പിന്നീട് സൗന്ദര്യക്ക് അത് വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണോ ഭർത്താവ്? തീർച്ചയായും മോഹൻ ബാബുവിനെ കഴിഞ്ഞ 25 വർഷമായി തനിക്കും തന്റെ കുടുംബത്തിനും അറിയാം. വളരെ നല്ല സൗഹൃദമാണ് മോഹൻ ബാബുവുമായി തനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സൗന്ദര്യയുടെ ഭർത്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചിട്ടി മല്ലു രംഗത്തെത്തിയ സമയത്ത് പറഞ്ഞിരുന്നു, മോഹൻ ബാബു നിരന്തരം സൗന്ദര്യയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവർ തമ്മിൽ വളരെയധികം സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു.
അതിനുശേഷം ഈ സൗന്ദര്യയുടെ സഹോദരനിൽ നിന്ന് ബലമായി പിടിച്ചെടുത്തിട്ടുണ്ട് സ്വത്തുക്കൾ. അങ്ങനെ ആ സ്വത്തുക്കൾ അടക്കം പല എസ്റ്റേറ്റുകൾ അടക്കം ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ അന്വേഷണം വേണം. ഇതിൽ ഈ അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്വത്തുകൾ, ക്ഷമിക്കണം, ഈ സൗന്ദര്യയിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്തുകൾ അത് ഈ അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകണം. ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് ഭീഷണി വരെ ഉണ്ടെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ ഇയാൾ കേസ് കൃത്യമായി ഇത് പോലീസ് അന്വേഷിക്കണമെന്ന അടക്കം വ്യക്തമായി പറയുമ്പോഴും ഇന്ന് സൗന്ദര്യയുടെ ഭർത്താവ് തന്നെ ഈ വാദങ്ങളെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിച്ച് രംഗത്തെത്തിയതാണ് ഇപ്പോൾ കേസിൽ ഇനി നിർണായകമാവുക. കാരണം മോഹൻ ബാബുവുമായി എന്തായാലും ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി പോലീസ് പുനരന്വേഷിക്കാനുള്ള കേസ് പുനരന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അന്വേഷിച്ചാൽ പോലും 22 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്. അതിന്റെ സത്യാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല ആ വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം കൊല്ലപ്പെട്ടതാണ്. ഇതിൽ പ്രധാനമായ ഒരു സംശയം ഉയരുന്നത്, സാധാരണഗതിയിൽ ഈ വിമാനം പറന്നുയർന്ന് ഉടൻ തന്നെ അപകടം സംഭവിക്കുന്നു. അതിലാണ് അസ്വാഭാവികമായി പലരും സംശയം ഉന്നയിക്കുന്നതും തുടക്കം മുതൽ തന്നെ ആരോപണമൊക്കെ ഉയർന്നു വന്നതും. തീർച്ചയായും ടോം, പക്ഷെ അപ്പോഴും ഇനി ഈ കേസിൽ എങ്ങനെയാണ് തുടരന്വേഷണം ഉണ്ടാവുക, അത് എത്രത്തോളം പ്രാബല്യത്തിലാകുമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 22 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു മരണമാണ്. അന്ന് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാരും ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ കേസ് അന്വേഷണത്തിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ ഭർത്താവ് ഇത് നിഷേധിച്ചത് കൂടി ഏറെ നിർണായകമാകും. എന്തായാലും ഇനി കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിൽ എന്തായാലും ഈ സൗന്ദര്യയുടെ ഭർത്താവ് തന്നെ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി മറ്റ് വിവരങ്ങളൊന്നും ഇപ്പോൾ അന്വേഷണ സംഘമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ആരോപണത്തിൽ, ചിട്ടി മല്ലുവിന്റെ ആരോപണത്തിൽ കേസെടുത്തതായോ ഒന്നും പോലീസ് സംഘം അറിയിച്ചിട്ടില്ല. ഒപ്പം മോഹൻ ബാബു ഈ കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ടോം, ഇനി ഏറെ നിർണായകമാവുക മോഹൻ ബാബുവിന്റെ ഒരു പ്രതികരണം കൂടിയായിരിക്കും. നിലവിൽ എന്തായാലും ഈ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊന്നും തന്നെ മോഹൻ ബാബു പ്രതികരിച്ചിട്ടില്ല. വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മലയാളി പ്രേക്ഷകർക്ക്, സിനിമാ പ്രേമികൾക്കടക്കം ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. അല്ലെങ്കിൽ അത്രയധികം മലയാളികളുടെ ഇഷ്ടപ്പെട്ടൊരു നടിയായിരുന്നു. ജയറാമിൻ്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മോഹൻലാലിൻ്റെ കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ വളരെയധികം സജീവമായിരുന്നു, അല്ലെങ്കിൽ തിളങ്ങി നിന്ന ഒരു കാലഘട്ടത്തിലാണ് 32-ാം വയസ്സിൽ സൗന്ദര്യ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്.